ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. നമുക്ക് ഒരു ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കാം. അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തുള്ളൊരു കറിയാണ്. നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം. അപ്പം നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ സവാളയൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഒരു 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണിത്. ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും ദോശയ്ക്കായാലും ഒരു 5 പേർക്ക് വരെ കഴിക്കാം. നമ്മൾ ഒരു 5 സവാള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക്. എനിക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ നമുക്കത് എണ്ണ വെച്ച് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മതിയാവും. ചിക്കന് ചേർക്കുന്ന പോലെ അധികം ഒരുപാട് ഇഞ്ചി പച്ചമുളകൊന്നും വേണ്ട. കുറച്ച് ഒരു പച്ചമുളക് കീറിയിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ സവാള എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എന്നിട്ട് സ്റ്റൗ ഓഫ് ആക്കണം. നമുക്കിത് ആറുമ്പം നമുക്കിത് അരച്ചാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറിയ ഒരു ചൂടാക്കിയിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. എല്ലാം നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറാൻ വെച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ സവാളയെല്ലാം മൂപ്പിച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അവസാനത്തെ തേങ്ങാപ്പാൽ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് മുട്ട പുഴുങ്ങിയതും ചേർക്കാം. നമ്മളിവിടെ മുട്ട കുക്കറിലാണ് പുഴുങ്ങുന്നത്. നമുക്ക് പലരും ചോദിക്കാറുണ്ട്, കുക്കറിൽ പുഴുങ്ങിയാൽ പൊട്ടിപ്പോവുകയില്ലേ? ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയാൽ മതിയാവും. എളുപ്പമാണ്, ഗ്യാസും ലാഭമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. തൊലിയും നല്ലപോലെ പെട്ടെന്ന് തന്നെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ടയെല്ലാം തൊലിയെല്ലാം മാറ്റിയ ശേഷം മുട്ടയൊന്ന് വരഞ്ഞിട്ട് ഇതിലും ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കുറച്ച് അരപ്പൊക്കെ അതിൽ പിടിക്കേണ്ട രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ടയിൽ അരപ്പെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പാലും ചേർക്കാം. രണ്ടാമത്തെ പാലും ചേർത്ത് നല്ലപോലെ കുറച്ചൊന്ന് തിളച്ച് വറ്റിക്കാം. തേങ്ങാപ്പാൽ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് തേങ്ങാപ്പാൽ എടുക്കുന്ന ബുദ്ധിമുട്ടില്ല, ഈസിയുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ചപ്പാത്തിക്ക് നല്ലതാണ്, അപ്പത്തിനും നല്ല, ഇടിയപ്പത്തിനും എല്ലാത്തിനും, പുട്ടിനും പലരും മുട്ടക്കറി ഭയങ്കര ടേസ്റ്റായിട്ട് കഴിക്കാം. നമുക്ക് അവസാനത്തെ പാലെന്ന് പറയുമ്പോൾ ആദ്യം എടുത്ത പാല് തനിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കടുവും തളിച്ച് ചേർക്കാം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കുമ്പം അത് കുറച്ച് വറ്റിക്കാതെ കുറച്ച് ഗ്രേവി ഇരിക്കുക തന്നെ നമുക്ക് എടുത്താൽ മതിയാകും. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.